നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ലിബേക്കാട്ടോ പോകുന്നത്, അബുദാബി ആ ഭാഗത്തേക്കാണ്. നമ്മൾ ഇന്ന് ഈദായിട്ട് സ്റ്റേക്കേഷനൊക്കെ ചെയ്തിട്ട് വരാനുള്ള പ്ലാനാണ്. നമ്മളവിടെ പോയിട്ട് ഹോട്ടൽ താമസിക്കും. പിറ്റേ ദിവസം നമ്മൾ ലിവ സിറ്റി ടൗൺ കാണാൻ പോകും. അവിടെ കുറേ മൊരീബ് ഡ്യൂൺസ്, ലോകത്തിലെ ഏറ്റവും വലിയ ഡ്യൂൺസ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണും. ഈ വീഡിയോയിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് നേരെ വിട്ടാലോ, നേരെ വീഡിയോയിൽ. നമ്മൾ ആദ്യത്തെ സ്റ്റോപ്പാണ്, ഒന്ന് റെസ്റ്റ് എടുക്കാൻ നിർത്തിയതാട്ടോ. ഇതൊരു ട്രക്കിൻ്റെ ലേബൈ ഏരിയയാണ്. അപ്പോൾ കണ്ടു, ചുറ്റും മരുഭൂമിയാട്ടോ, ചുറ്റും മരുഭൂമി. അത് ഉപ്പുപാടങ്ങളാട്ടോ, ഉപ്പിൻ്റെ ഒരു വെള്ള കളറ് ഉപ്പുപാടങ്ങളാണ്. ഇത് റോഡിൻ്റെ ഹൈവേൻ്റെ താരിഫ് വഴി പോണ റോഡിൻ്റെ സൈഡിൽ. അപ്പോൾ ഇതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. നമുക്ക് ഇവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. കാരണം ഇവിടെ നിന്നാൽ സൂര്യൻ നേരെ മുകളിലാട്ടോ, ഡയറക്റ്റ് നമ്മളെ മുകളിലാണ് ഉണ്ടാവുക. അപ്പുറത്ത് ഇതേമാതിരിയുള്ള ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി, നമ്മൾ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് റിസപ്ഷൻ. ഇത് വലിയ നല്ല സൗകര്യമൊക്കെ ഉള്ള റിസപ്ഷൻ കേട്ടോ, നല്ല രസമുള്ള റിസപ്ഷൻ. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് റൂം, കണ്ടോ, നല്ല സൗകര്യമൊക്കെയുള്ള ലിവ സുപ്പീരിയർ റൂം കേട്ടോ. ഇതാണ് ബാത്റൂം. ഇതാണ് വലിയ സൗകര്യമൊക്കെയുള്ള ഒരു റൂമാണ്. പിന്നെ എന്താണ് ബാൽക്കണി തുറന്ന് നമുക്ക് കാണുന്ന ഒരു വലിയ ലിവ സൈനാണ്. അപ്പോൾ ഇതാണ് ബാൽക്കണീൻ്റെ വ്യൂ. നമുക്ക് കാണാൻ പോകുന്ന വലിയൊരു ലിവ എന്ന് പറഞ്ഞ ഒരു സൈനാണ് കേട്ടോ കാണുന്നത്. ഇതുണ്ടോ, ഇതാണ് റിസപ്ഷൻ്റെ ഏരിയ. ഇതാണ് പൂൾ. പിന്നെ എന്താ അവിടെ കളിക്കാനൊക്കെ സൗകര്യമുണ്ട്, ആർച്ചറി. പിന്നെ കൈറ്റൊക്കെ വലിയ തരുന്നുണ്ടോ, നമുക്കിങ്ങനെ കൈറ്റ് പറപ്പിക്കാം. ആ കാണുന്ന റെസ്റ്റോറൻറ്റ്, ആ കാണുന്ന ബിൽഡിങ് കണ്ടോ, അവിടെ ഒരു ബിൽഡിങ് കണ്ടോ, അത് പ്രൈവറ്റ് പൂൾസിനുള്ള ബിൽഡിങ്ങുകളാണ്. അവിടെ 4 വില്ലകളുണ്ട് പ്രൈവറ്റ് പൂളിനായിട്ട്. അപ്പോൾ 4 പ്രൈവറ്റ് പൂളുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതാണ് കിഡ്സ് ഏരിയ, കിഡ്സ് പൂൾ ഏരിയ. വലിയ സൗകര്യമുള്ള ജിമ്മൊക്കെ ഉണ്ടോ. പിന്നെ കിഡ്സ് ക്ലബ്ബ്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളും അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. നിൽക്കാനൊക്കെ സൗകര്യമുണ്ട്. ഇതൊക്കെ റൂമുകളുടെ, അങ്ങോട്ട് പോയാൽ റൂമുകൾ ഏരിയ. പിന്നെ ഫസ്റ്റ് ഫ്ലോറത്തെ റൂമാണ് കേട്ടോ നമ്മളത്. ഇതൊക്കെ റൂമുകളുണ്ട്, അങ്ങനെ അറ്റത്ത് വരെ ഉണ്ട് റൂം.
അപ്പോൾ നമ്മളെ ഹോട്ടലിൻ്റെ രാത്രിക്കത്തെ എൻട്രൻസിന് വ്യൂ ആട്ടോ. നല്ല ഈദിൻ്റെയും ലീവൻ്റെയും തീംഡായിട്ട് ഒരു ഡെക്കറേഷൻ ഉണ്ടോ നമ്മളെ ഹോട്ടലിൻ്റെ എൻട്രൻസിനുള്ളത്. ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ എണീച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നമ്മൾ ആദ്യം സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു വ്യൂ ആണ് ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ. എല്ലാ ടൈപ്പ് വിഭവങ്ങളുണ്ടായിരുന്നു. നമുക്ക് കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു ബഫറ്റിൻ്റെ ഒരു വീഡിയോ ആണ് എടുത്തത്. എല്ലാ ടൈപ്പ് ബ്രെഡും സാലഡ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ലിവാസൈൻ, അതായത് നമ്മളെ ബാൽക്കണിയിൽ നിന്നൊക്കെ നമ്മളെ ഹോട്ടലിൻ്റെ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന ലിവാസൈൻ കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ മൊരീബ് ഡ്യൂൺസിലേക്ക് നമ്മൾ പോകാം കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ഡ്യൂണാണ് മൊരീബ് ഡ്യൂൺ. അപ്പോൾ പോണ വഴിയിൽ 2 സൈഡും ഫുൾ മരുഭൂമി ഉണ്ടോ കണ്ടോ. അപ്പോൾ ഇതാണ് ലിവാൻ്റെ സൈൻ. ലിവ മൊരീബ് ഡ്യൂൺസ് എന്ന് പറഞ്ഞ സൈനാണ് ഇത്. ഇവിടെ ഈ മൊരീബ് ഡ്യൂൺസിൽ ഫുൾ റേസും ഡ്രിഫ്റ്റിംഗ് റേസും എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സീസൺ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ നിലവിലെ ഒരു മനുഷ്യനും ആരും ഒന്നും ഇല്ലാത്തത്. അതുകൊണ്ടാണ് ഇവിടെ ആകെ ഇങ്ങനെ വരണ്ട് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് മൊരീബ് ഡ്യൂൺ. ലോകത്തിലെ ഏറ്റവും വലിയ ഡ്യൂണാണ് മൊരീബ് ഡ്യൂൺ. അവിടുന്ന് അധികം ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോരും. റോഡിൻ്റെ സൈഡിലുള്ള ഒരു ഷീപ്പ് ഫാം ആട്ടോ. ഇതിനപ്പുറത്ത് വേറെ ഫാമുകളുണ്ട്, പാടങ്ങളുണ്ട്. നല്ല രസമുള്ള ഫാം. ഇഷ്ടമായെന്ന് വിചാരിക്കും. നമ്മൾ ലീവൊക്കെ എല്ലാം കണ്ട് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്ന് കൂട്ടണം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.